ഇത് നമ്മളെടുത്ത റിസോർട്ടിലേക്കുള്ള വഴിയാണ്. സംഭവം ഏലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ്, പക്ഷേ നല്ല കയറ്റാണ് വഴി. പിന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള കാരണം വലിയ സീൻ ഉണ്ടായിരുന്നില്ല. എന്നാലും നല്ല കീറി ചെല്ലുമ്പോഴുള്ള വളവ് ഇത്തിരി റിസ്ക്കി ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല. സംഭവം എത്തി. നേരെ നമുക്ക് എത്തണത് തന്നെ നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ ആ ഒരു ഏരിയയാണ് നേരെ കാണുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ നേരെ കയറി ചെല്ലുന്നത്. എന്നാലും സംഭവം നൈസ് വ്യൂ തന്നെ ആയിരുന്നു ചെല്ലണോടത്ത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇതാ കണ്ട, ഇതാണ് നമ്മുടെ റൂമിൻ്റെ വ്യൂ വരുന്നത്. നമ്മൾ ഏകദേശം അവിടെ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ ഇങ്ങോട്ട് മുകളിലേക്ക് എടുത്തുള്ളത്. നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ തന്നെ നല്ല വ്യൂ ആയിട്ടാ നമ്മൾ കയറാം. അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നും ഈ വ്യൂ തന്നെ കിട്ടാം. അപ്പോൾ നമുക്കിവിടെ മുകളിൽ 2 റൂം വരുന്നത്, രണ്ടും ഏകദേശം സെയിം തന്നെ വരുന്നത്. റൂമിൻ്റെ ഉൾഭാഗം കാണാം. അത്യാവശ്യം ലക്ഷറി ആട്ടോ റൂമൊക്കെ, നല്ല ലക്ഷറി റൂമായിട്ട് തന്നെ. ബെഡ് സ്പേസ് ആണെങ്കിലും അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ല വ്യൂ, ഗ്ലാസ് ഇട്ടിട്ടുള്ള നല്ല വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വിൻഡോ സ്പേസിൽ നിന്നായാലും നല്ല കൂളിങ്ങും കാര്യങ്ങളും നല്ല രീതിയിലുള്ള വ്യൂ ഇവിടെ നിന്നും കിട്ടും. പിന്നെ നമുക്ക് ബാൽക്കണി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇതടച്ചിട്ട് അല്ലെങ്കിൽ കാശ് കൂട്ടാൻ ചാടും. അതുകൊണ്ടാണ് ഇപ്പം തന്നെ അവൻ ഇതുമലൊക്കെ കയറി ഇതാക്കി. വേണ്ട, നമുക്ക് ബെഡിൽ നിന്ന് തന്നെ നല്ല രീതിക്കുള്ളത് കിട്ടുന്നുണ്ട്. നമ്മളൊന്ന് വൈകിട്ട് അടിക്കാനുള്ള സാധനങ്ങളാട്ടാ. നമ്മുടെ ബാൽക്കണി അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ബാൽക്കണിക്ക് തന്നെ. അപ്പോൾ ഇത് അവരുടെ റൂം തൊട്ടിപ്പുറത്ത് തന്നെയാണ്. കാണാം അവരുടെ റൂം. നമ്മൾ 2 റൂം എടുത്തു. അതും സെയിം ബാൽക്കണി തന്നെ വരുന്നത്. ആ കാണുന്ന ഡാമാണ് ആനയിറക്കൽ ഡാം. അപ്പോൾ നമുക്ക് ഡാം വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാവിലെ നമുക്ക് ഏകദേശം ആ ഒരു സ്പോട്ടിൽ നിന്ന് നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെ വ്യൂ വരുന്നത്. അതുപോലെ താഴെ മൊത്തം നമുക്ക് ഏലത്തിൻ്റെ തോട്ടമാണ് വരുന്നത്. ഇതാണ് നമ്മൾ വന്ന വഴി. അതുപോലെ നമ്മളിതാ അവിടെ നിന്നിട്ടാണ് നേരത്തെ ഇങ്ങോട്ടേക്ക് വീഡിയോ എടുത്തത്. അവിടെ നിന്നിട്ടാണ്.